ഒരു സാക്ഷ്യമുണ്ടായി. റൂബി കുറ്റൂർ, തൃശ്ശൂർക്കാരത്തിയാണ്. ആ സാക്ഷ്യം കേൾക്കണം, നല്ല രസമാണ്. അപ്പം അവരുടെ മനസ്സിന് ധൈര്യം പോയിരിക്കുകയാണ്. ഇപ്പം ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. അപ്പം ധൈര്യം പോയി. എന്താ കാര്യം എന്നറിയാമോ? വീട് ഡിലാപ്പിഡായി, അവിടെ വീട് ഉറഞ്ഞിരിക്കുക. അത് ഇടിഞ്ഞു മുടിഞ്ഞ് താഴെ വീണാൽ പിന്നെ പുതിയ വീട് വെക്കാൻ കാശില്ല. അപ്പം വിഷമിക്കുകയാണ് ആൾ. അപ്പം ഇത്രയും വീട് സെറ്റ് ചെയ്ത് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ നടക്കാതെ വന്നപ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും വീട് വെക്കാൻ വേണ്ടി. അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അങ്ങനെ ജീവിക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെല്ലി തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇവർ ആ ദിവസങ്ങളിൽ ഉടമ്പടി ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ വാതിക്കൂടെ കയറാൻ നേരത്ത് പള്ളിയുടെ കിണറ്റിൻ്റെ വാതിക്ക് ഒരു സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ഒരു ചേർത്ത് നിൽക്കണം. ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് നിൽക്കുകയാണ്. ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. വരാരിയിൽ അവിടെ ഇല്ല. അവരകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുന്നുണ്ട്. ഇവരോടെന്തോ പറയാനുണ്ട്. ഈ ചേടത്തേക്ക്, ഈ സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ചിരിക്കുന്ന ചേടത്തേക്ക് ഇവരോടെന്തോ പറയാനുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും, പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല. അവരകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി. അവരതാ പറയണത്, ഈ ചേടത്തെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻജിനീയർ വന്ന്, അത്രയും നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പെരക്ക് സ്ഥാനം വളർന്നിട്ട് സ്കെച്ചും പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരപ്പണി ആരംഭിച്ചു. പെരപ്പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി. 5 ദിവസത്തെ ധ്യാനത്തിന് പോയി. അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, കൗൺസിലിംഗ് എന്ന ബ്രദർ ചോദിച്ചു, കൃപാസനം മാതാവിനെ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിയർത്തു പോയി എന്ന് പറഞ്ഞ്. കാര്യം ബ്രദറിനെ അവർ കിണറ്റിൻ ചുവട്ടി വെച്ച് കണ്ട ആൾ കൃപാസനം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല. അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മയെ വെളിപ്പെടുത്തിയതാണ്. അപ്പം കറക്റ്റല്ലേ? സിമൻറ്റ് ബക്കറ്റ് പെരപണിയാനും ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലോ സിമൻറ്റ് ബക്കറ്റ്. കുടയെന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുടയാണ്. വീടിൻ്റെ സിമ്പിൾ എന്താണ്? കുടയാണ്. മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീട് പണി താമസിക്കണത്. അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ്. സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് ആൾ നിൽക്കുകയാണ്. കൈ ഇട്ടിച്ച് കർത്താവ്. ദോഷത്തിന് മാത്രമല്ല മാതാവ് പ്രത്യക്ഷപ്പെടണത്, എല്ലാവർക്കും. ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ, ആർക്കെല്ലാം കണ്ണീര് പൊടിയുന്നുണ്ടോ, ആർക്കെല്ലാം രോഗമുണ്ടോ, ആർക്കെല്ലാം വിഷമമുണ്ടോ, അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് ഈ ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെക്കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലേക്ക് ആർപ്പോടുകൂടി കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മക്കളെ. ആ മത്തായിയുടെ ശ്രീകാരുടെ സുവിശേഷം 25:18 എന്തുകൊണ്ടാണ് യവന് ദൈവം 1 താലന്ത് മാത്രം കൊടുത്തത്? മറ്റുള്ളവർക്ക് 5ഉം 2ഉം കൊടുത്തപ്പോൾ ഈ കക്ഷിക്ക് എന്താ 1 കൊടുത്തത്? അവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവമല്ലേ വിഷയം. അവൻ കുഴിച്ചിടുമെന്ന് ഒരു സംഭവം നടക്കത്തില്ല. ചുമ്മാ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പടിയെത്തി ഇരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആളെന്തരം നോക്കിയ ദൈവം പെരുമാറിയിരിക്കുന്നത്. 1 കൊടുത്തിരിക്കുന്നത്. പോയാലും 1 പോകത്തുള്ളൂ, ആ 2 പോകത്തില്ലല്ലേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ ആളെ നോക്കുക ആദ്യം തന്നെ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ സംഭവിക്കണം. മിനിരാജൻ എന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ നാളെ ഈ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഇപ്പം ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരയുകയും ചെയ്യും. ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ്. കർത്താവിൻ്റെ ഫീലിങ്ങിലോടുകൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിസ്മയിക്കും, ചിലപ്പോൾ അന്തം വിട്ടു പോകും. ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ്.
അതെന്ത് സംഭവിച്ചു? ഞാനൊരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച്. എനിക്കറിയാം എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ്. ആരുടെ? പത്രോസിൻ്റെ വീട്ടിൽ. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ് പാർട്ടി. വലിയ പനി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് ഈശോയ്ക്ക് അറിയാം എന്താ സംഭവം. ഇവർ എഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയറാണ്? അത് ക്ലിയറാണ്, അതിൻ്റെ സംശയമില്ല. അത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്രോസിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി, മക്കളെ നോക്കിയത് മദറിൻലോയാണ് എന്ന് പറയും. എനിവേ നോക്കിയല്ലോ. ഇനി ഭാര്യ ഉണ്ടായാലും കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി പത്രോസ് പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെ നോക്കിയതാരാണ്? ആ ചെടുത്തിയാണ്. ആ ചെടുത്തി ബേസിക്കലി നല്ല പ്രഷിതയാണ്. അവർ പനി പിടിച്ചാണ് കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ്? അവരെ ശുശ്രൂഷിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 4:39. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇതാണ് പ്രശ്നം. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ്. പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് കിടന്നുണ്ടാക്കും. ഇല്ല വിഷയം ഇതല്ലേ. ശുശ്രൂഷിക്കാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പനിയല്ല, പണ്ടാരം വിട്ടു മാറിയാലും കയ്യനങ്ങത്തില്ല അവരുടെ. ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ്. എന്താ പറഞ്ഞത്? പനി അവരെ വിട്ടുമാറി. ഇതെന്താ ചെയ്തത്? ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അപ്പം നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആവതുണ്ടെങ്കിൽ, ഇത്തിരി ആവത് കിട്ടിയാൽ, തല പൊങ്ങി കിട്ടിയാൽ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും. ഉടമ്പടി എടുത്ത എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ സത്യക്കുക. നിൻ്റെ തല അല്പം പൊങ്ങിയ അപ്പം കർത്താവിൻ്റെ പേര് നീ ചെയ്യുമെങ്കിൽ അത് നീ ചെയ്യുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇന്ന് ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കൈയിട്ടിച്ച് കർത്താവിന് ഇപ്പം നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പട്ടിണി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കണ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പട്ടിണിയും പ്രവട്ടവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ, തല പൊങ്ങാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾ അതേസമയം തന്നെ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. അത് വചനവേദാന്ന് അറിയാവോ? അതായത് 5:7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 5:7. അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ വള്ളത്തിന് പണിയൊന്നും ഇല്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ കിട്ടുമെന്നിരിക്കും. കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്കെല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കണം കർത്താവ്. അവർക്കത് മനസ്സിലായി. അത് പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കണത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശൊക്കെ തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷെ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത്
കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുളം നിറച്ച്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിൻ്റെ സഹോദരനെ, ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ, ദൈവപൈതലേ, ഇന്ന് ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം, ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങൾ എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും, നിത്യത്തിലേക്ക് പോയാലും, ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ള കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. രോഗിയെ കാണുമ്പോഴും, ഇല്ലായ്മയെ കാണുമ്പോഴും, വരയമയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35 ശ്രദ്ധിക്കട്ടെ. 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കല്ല എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിക്കുന്നുണ്ടോ, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞതായിട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും. അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എൻ്റെ മേൽ വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് നിലത്തെഴുതിയ കർത്താവേ,
അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ. അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടന് തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് എന്റെ ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യകരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ.